നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഈ പുതിയ വിശദീകരണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കാലത്ത് നമ്മുടെ ഭാരതം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യങ്ങളിൽ ഒന്നായിരുന്നു എന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും, അല്ലേ? സ്വർണവും വജ്രവും സുഗന്ധവ്യഞ്ജനങ്ങളുമൊക്കെയായി ശരിക്കും സമാനതകളില്ലാത്തൊരു സമ്പദ് വ്യവസ്ഥ. അപ്പോൾ ഈ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുൻപ് ഇന്ത്യയുടെ ആ ഗംഭീരമായ സമ്പത്ത് എത്രത്തോളം ഉണ്ടായിരുന്നു? പിന്നെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ആ സാമ്പത്തിക ചോർച്ച എങ്ങനെ സംഭവിച്ചു? ഇതാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കാൻ പോകുന്നത്. നമുക്ക് തുടങ്ങാം. 25%. ഈ സംഖ്യ ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. കാരണം ലോകത്തിന്റെ മൊത്തം സാമ്പത്തിക വ്യവസ്ഥയുടെ 25%-ലധികവും ഒരു കാലത്ത് കൈകാര്യം ചെയ്തിരുന്നത് ഇന്ത്യയായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി. അന്ന് ലോകം മുഴുവൻ നമ്മളെ സോനേക്കി ചിടിയ, അതായത് പൊൻകിളി എന്ന് വിളിച്ചിരുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല, അല്ലേ? ഇതിൽ നിന്നുതന്നെ നമ്മുടെ ആ പുരാതന സമ്പത്തിന്റെ യഥാർത്ഥ വ്യാപ്തി നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ഇനിയിപ്പോ ഈ ഒരു സംഖ്യ കേട്ടുനോക്കൂ, $45 ട്രില്യൺ. ഇതെന്തായാലും ഒട്ടും ചെറിയൊരു സംഖ്യയല്ല. പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞയായ ഉൽസ പട്നായിക്കിന്റെ പഠനങ്ങൾ പ്രകാരം 1600കളിൽ ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷുകാർ ഇവിടെ നിന്നും കടത്തിക്കൊണ്ടുപോയ മൊത്തം സമ്പത്തിന്റെ കണക്കാണിത്. ഇത് കേൾക്കുമ്പോഴാണ് ശരിക്കും ഞെട്ടലുണ്ടാകുന്നത്. കാരണം ഇന്നത്തെ UK, USA, കാനഡ എന്നീ 3 വലിയ രാജ്യങ്ങളുടെ മുഴുവൻ സമ്പദ്വ്യവസ്ഥയും ഒന്നിച്ചു ചേർത്താൽ പോലും ഈ 45 ട്രില്യണിന്റെ താഴെ മാത്രമേ വരൂ. സ്രോതസ്സുകൾ വ്യക്തമാക്കുന്ന ഈ കൊള്ളയുടെ വലിപ്പം ശരിക്കും അവിശ്വസനീയമാണ്. അപ്പോ എങ്ങനെയാണ് ഇത്രയും വലിയൊരു തുക വളരെ ആസൂത്രിതമായി അവരിവിടെ നിന്നും കടത്തിയത്? ഇതാണ് നമ്മുടെ ഇന്നത്തെ അജണ്ട. 1. വലിയ നികുതി തട്ടിപ്പ്. 2. അമൂല്യ നിധികളുടെ കടത്ത്. 3. പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണം. 4. ഇതിനൊക്കെ മനുഷ്യർ നൽകേണ്ടി വന്ന വില. പിന്നെ 5. ആ വലിയ തകർച്ചയിൽ നിന്നുള്ള ആധുനിക ഇന്ത്യയുടെ ഉയർത്തെഴുന്നേൽപ്പ്. നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. വലിയ നികുതി തട്ടിപ്പ്, അതായത് ഇന്ത്യക്കാരുടെ പണം ഉപയോഗിച്ച് ഇന്ത്യയെ തന്നെ കൊള്ളയടിച്ച ആ വലിയ തന്ത്രം. 1765 ബംഗാളിന്റെ ഭരണാവകാശം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിട്ടിയതോടെയാണ് ഈ സാമ്പത്തിക തട്ടിപ്പ് ശരിക്കും തുടങ്ങുന്നത്. അതിനു മുമ്പ് അവർ ഇന്ത്യയിൽ നിന്നും സാധനങ്ങൾ വാങ്ങിയിരുന്നത് എങ്ങനെയാണെന്നോ? ബ്രിട്ടനിൽ നിന്നും കൊണ്ടുവന്ന വെള്ളി കൊടുത്തിട്ട്. എന്നാൽ ഭരണാവകാശം കിട്ടിയതോടെ കാര്യങ്ങൾ മാറി. ഈ 3 ഘട്ടങ്ങൾ നോക്കൂ. എത്ര സമർത്ഥമായാണ് അവർ ഈ കൊള്ള ആസൂത്രണം ചെയ്തതെന്ന് മനസ്സിലാക്കാം. സ്റ്റെപ്പ് 1. പാവപ്പെട്ട ഇന്ത്യൻ കർഷകരിൽ നിന്ന് അവർ വലിയ തോതിൽ നികുതി പിരിച്ചെടുത്തു. സ്റ്റെപ്പ് 2. ഇതേ നികുതിപ്പണം ഉപയോഗിച്ച് അവർ കർഷകരിൽ നിന്നും നെയ്ത്തുകാരിൽ നിന്നും സാധനങ്ങൾ വാങ്ങി. ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ സ്വന്തം പണം ഉപയോഗിച്ച് നമ്മുടെ സാധനങ്ങൾ തന്നെ അവർ വിലക്കെടുത്തു. ഇനി സ്റ്റെപ്പ് 3. ഈ വാങ്ങിയ സാധനങ്ങൾ യാതൊരു പണച്ചെലവുമില്ലാതെ അവർ യൂറോപ്പിലേക്ക് കയറ്റി അയച്ച് അവിടെ 100% ലാഭമുണ്ടാക്കി. ഈ ഒരു ചാക്രിക പ്രക്രിയ നമ്മുടെ കർഷകരെ കടുത്ത ദാരിദ്ര്യത്തിലേക്കാണ് തള്ളിവിട്ടത്. ഇനി രണ്ടാമത്തെ കാര്യം, അമൂല്യനിധികളുടെ കടത്ത്. കോഹിനൂറും അതിനപ്പുറമുള്ള കാര്യങ്ങളും. ആന്ധ്രയിലെ കൊല്ലൂർ ഖനിയിൽ നിന്ന് ലഭിച്ച ഇന്നും ലോകമെമ്പാടും പ്രശസ്തമായ കോഹിനൂർ വജ്രത്തെപ്പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഇന്നത് ബ്രിട്ടീഷ് രാജ്ഞിയുടെ കിരീടത്തിലാണുള്ളത്. എന്നാൽ ഈ അമൂല്യമായ വജ്രം അവർക്കെങ്ങനെയാണ് കിട്ടിയതെന്നറിയാമോ? ഇതിന്റെ അപ്പോഴത്തെ യഥാർത്ഥ ഉടമസ്ഥൻ മഹാരാജ ദുലീപ് സിംഗ് ആയിരുന്നു. വെറും 10 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഒരു ചെറിയ കുട്ടി. ആ കുട്ടിയിൽ നിന്നാണ് ബ്രിട്ടീഷുകാർ ഈ വജ്രം നിർബന്ധപൂർവ്വം ഒപ്പിട്ടു വാങ്ങിയത്. ഈ ചരിത്ര വസ്തുത യാതൊരു പക്ഷഭേദവുമില്ലാതെ രേഖകൾ നമുക്ക് മുന്നിൽ തുറന്നു കാണിക്കുന്നുണ്ട്. അക്കാലത്തെ ആ ഒരു വലിയ അധികാര അസന്തുലിതാവസ്ഥ ഇതിൽ വളരെ വ്യക്തമാണ്. കോഹിനൂർ വജ്രം മാത്രമല്ല ലണ്ടനിലെത്തിയത്. മൈസൂർ സിംഹമായിരുന്ന ടിപ്പു സുൽത്താന്റെ വിഖ്യാതമായ വാൾ, കടുവയുടെ രൂപത്തിലുള്ള അദ്ദേഹത്തിന്റെ അപൂർവ സംഗീത ഉപകരണമായ ടിപ്പൂസ് ടൈഗർ, അതുപോലെ മുഗൾ ചക്രവർത്തിമാരുടെ വജ്രങ്ങൾ പതിച്ച അതിമനോഹരമായ സിംഹാസനങ്ങൾ, അങ്ങനെ വിലമതിക്കാനാവാത്ത ആയിരക്കണക്കിന് പുരാവസ്തുക്കളാണ് ലണ്ടനിലേക്ക് കടത്തപ്പെട്ടത്. ഇന്നും ലണ്ടനിലെ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന പുരാവസ്തുക്കളിൽ വലിയൊരു പങ്ക് ഇന്ത്യയെപ്പോലുള്ള അവരുടെ പഴയ കോളനികളിൽ നിന്നും എടുത്തുകൊണ്ടുപോയവയാണെന്ന് സ്രോതസ്സുകൾ വളരെ കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തെ വിഷയം, പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണം, അഥവാ ബ്രിട്ടനിലെ വ്യാവസായിക വിപ്ലവത്തിന് എങ്ങനെയാണ് ഇന്ത്യയുടെ മണ്ണ് ഇന്ധനമായതെന്നത്. ബ്രിട്ടനിലെ ഫാക്ടറികൾക്ക് വളരാൻ പരുത്തി, കൽക്കരി, ഇരുമ്പ്, തേക്ക് തടികൾ തുടങ്ങിയ അസംസ്കൃത വസ്തുക്കൾ അത്യാവശ്യമായിരുന്നു. എന്നാൽ അവരിത് ഇന്ത്യയിൽ നിന്നും സ്വന്തമാക്കിയ രീതികളാണ് ശരിക്കും ശ്രദ്ധേയം. ഇതൊക്കെ വളരെ തുച്ഛമായ വിലയ്ക്കോ അല്ലെങ്കിൽ പൂർണ്ണമായും സൗജന്യമായോ ആണ് അവർ ഇവിടെ നിന്നും കൊണ്ടുപോയത്. അതുമാത്രമല്ല, ഈ വില കൂടിയ തേക്ക് തടികൾ ബ്രിട്ടനിലേക്ക് നിരന്തരം കയറ്റി അയക്കാൻ വേണ്ടി മാത്രം ഇന്ത്യയിലെ വലിയ കാടുകൾ മുഴുവനായി അവർ വെട്ടിത്തെളിച്ചു മാറ്റുകയും ചെയ്തു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യമുണ്ട്.
ഇന്ത്യയിലെ റെയിൽവേയെക്കുറിച്ചുള്ള ആ വലിയ മിഥ്യാധാരണ. ഇന്ത്യക്കാർക്ക് സുഗമമായി യാത്ര ചെയ്യാനൊന്നുമല്ല ബ്രിട്ടീഷുകാരിവിടെ റെയിൽവേ ശൃംഖല കൊണ്ടുവന്നത്. മറിച്ച് ഉൾനാടൻ ഗ്രാമങ്ങളിൽ നിന്നും അവർ ചൂഷണം ചെയ്ത പ്രകൃതി വിഭവങ്ങൾ വളരെ വേഗത്തിൽ തുറമുഖങ്ങളിലെത്തിക്കാനും അവിടെ നിന്നും ഉടൻ തന്നെ അത് ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കാനും മാത്രമാണ് അവർ ട്രെയിനുകൾ ഉപയോഗിച്ചത്. സ്രോതസ്സുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഇതിലും വിരോധാഭാസമായ മറ്റൊരു വസ്തുതയുണ്ട്. ഈ വിശാലമായ റെയിൽവേ നിർമ്മിക്കാനുള്ള മുഴുവൻ പണവും അവർ കണ്ടെത്തിയതാരിൽ നിന്നാണെന്നോ? നമ്മുടെ സാധാരണക്കാരായ ഇന്ത്യൻ നികുതിദായകരിൽ നിന്ന് തന്നെ. നാലാമത്തെ വിഷയം, മനുഷ്യർ ഇതിന് നൽകേണ്ടി വന്ന വലിയ വില, അതായത് കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ട ക്ഷാമങ്ങൾ. 30 ലക്ഷം നമ്മെ വല്ലാതെ ചിന്തിപ്പിക്കേണ്ട വലിയൊരു സംഖ്യയാണിത്. 1943 നടന്ന അതിദാരുണമായ ബംഗാൾ ക്ഷാമത്തിൽ മാത്രം കൃത്രിമമായി ഉണ്ടാക്കിയ പട്ടിണി കാരണം തെരുവുകളിൽ മരിച്ചുവീണ മനുഷ്യരുടെ എണ്ണമാണിത്. ഒരു വലിയ രാജ്യത്തിന്റെ സമ്പത്തും വിഭവങ്ങളും മുഴുവൻ ഊറ്റിയെടുത്തപ്പോൾ അതിനു പകരമായി ഇന്ത്യൻ ജനതയ്ക്ക് നൽകേണ്ടി വന്നത് നമ്മുടെ ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ സ്വന്തം ജീവനാണ്. ചരിത്രരേഖകൾ അടിസ്ഥാനമാക്കി പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്: ബംഗാളിൽ അന്ന് ജനങ്ങൾക്ക് കഴിക്കാൻ ആവശ്യത്തിന് വിളവെടുപ്പ് നടന്നിരുന്നു എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. എങ്കിലും അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലിന്റെ നേരിട്ടുള്ള ഉത്തരവ് പ്രകാരം ആ ധാന്യങ്ങൾ മുഴുവൻ സാധാരണക്കാർക്ക് നൽകാതെ പൂഴ്ത്തിവെക്കുകയും രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കുന്ന ബ്രിട്ടീഷ് സൈന്യത്തിനു വേണ്ടി കയറ്റി അയക്കുകയും ചെയ്തു എന്നാണ് ഈ വിവരങ്ങൾ നമ്മളോട് വ്യക്തമാക്കുന്നത്. ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ ഭക്ഷണം സാധാരണക്കാരുടെ കൺമുന്നിൽ നിന്നാണ് സൈനിക ആവശ്യങ്ങൾക്കായി മാറ്റപ്പെട്ടത്. ബംഗാളിലെ ഈ പട്ടിണി മരണങ്ങളുടെ ഭീകരതയെക്കുറിച്ച് ചർച്ചിലിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പ്രതികരണം ഈ വാക്കുകളായിരുന്നു: ഗാന്ധി ഇതുവരെ മരിച്ചില്ലേ? ദശലക്ഷക്കണക്കിന് ആളുകൾ പട്ടിണി കിടന്നു മരിക്കുന്ന ഒരു കടുത്ത സാഹചര്യത്തിൽ അവിടെയുള്ള മനുഷ്യരുടെ ജീവനോട് ഭരണാധികാരികൾ കാണിച്ച മരവിപ്പും അവഗണനയുമാണ് ചരിത്രരേഖകളിൽ കാണുന്ന ഈ വാക്കുകൾ വളരെ വ്യക്തമായി കാണിച്ചു തരുന്നത്. ഇനി അവസാനത്തെ ഭാഗം, തകർച്ചയിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പ്, ആധുനിക ഇന്ത്യയുടെ കഥ. പ്രശസ്ത സാമാജികനും എഴുത്തുകാരനുമായ ഡോക്ടർ ശശി തരൂർ ഓക്സ്ഫോർഡ് യൂണിയനിൽ നടത്തിയ പ്രസംഗത്തിലെ വളരെ പ്രസിദ്ധമായ ആ വരികൾ നമുക്കൊന്ന് ഓർക്കാം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിലൊന്നായിരുന്നു ഇന്ത്യ. എന്നാൽ അവർ ഇവിടെ നിന്ന് പോകുമ്പോൾ ലോകത്തിലെ ഏറ്റവും ദരിദ്രമായ രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറി. 1947 നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന ആ നിമിഷത്തിൽ ഭാരതത്തിന്റെ സാമ്പത്തിക അവസ്ഥ എത്രമാത്രം തകർന്നടിഞ്ഞിരുന്നു എന്ന് വളരെ കൃത്യമായി ഈ വരികൾ സംഗ്രഹിക്കുന്നുണ്ടല്ലേ? എന്നാൽ ഇന്നത്തെ നമ്മുടെ രാജ്യത്തിന്റെ അതിഗംഭീരമായ തിരിച്ചുവരവെന്ന് നോക്കൂ. എല്ലാ തകർച്ചകളെയും ദാരിദ്ര്യത്തെയും അതിജീവിച്ച് ഇന്ന് ലോകത്തിലെ 5ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ചരിത്രത്തിൽ ഏതൊരു രാജ്യമാണോ നമ്മളെ കോളനിയാക്കി ഭരിച്ചതും ഇത്രയധികം ചൂഷണം ചെയ്തതും, അതേ UK-യെ സാമ്പത്തികമായി പിന്തള്ളിക്കൊണ്ടാണ് ആധുനിക ഇന്ത്യ ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. ഈയൊരു മാറ്റം ശരിക്കും നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. അപ്പോൾ ഒടുവിൽ നമുക്ക് മുന്നിലുള്ള വലിയൊരു ചോദ്യം ഇതാണ്: സമ്പത്ത് കൊള്ളയടിക്കപ്പെട്ടാലും ഒരു രാജ്യത്തിന്റെ ഇച്ഛാശക്തിയെ നശിപ്പിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ എന്ന്? നൂറ്റാണ്ടുകൾ നീണ്ട ചൂഷണങ്ങളിലൂടെ അവർ നമ്മുടെ സമ്പത്തും വിഭവങ്ങളും കൊണ്ടുപോയിരിക്കാം. എന്നാൽ ഈ മണ്ണിന്റെ ആത്മാവിനെയും നിരന്തരം പരിശ്രമിക്കാനുള്ള ഈ ജനതയുടെ കരുത്തിനെയും കവർന്നെടുക്കാൻ ആർക്കും കഴിഞ്ഞില്ല എന്ന് ഇന്നത്തെ ഈ വിശകലനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്തായാലും ഈ ചരിത്ര സത്യങ്ങൾ നിങ്ങളെ കുറച്ചെങ്കിലും ചിന്തിപ്പിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുതിയൊരു വിശദീകരണത്തിൽ മറ്റൊരു സുപ്രധാന വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.